നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ ഭർത്താവ് വേറെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കും. നമുക്ക് പോയാൽ നമ്മൾ പോയി, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു റിസ്ക് ഒന്നും നമ്മൾ ലൈഫിൽ എടുക്കരുത്. പ്രസവത്തിനായി ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സാധാരണ ആൾക്കാർ എന്താ ചെയ്യുന്നത്, വീട്ടിൻ്റെ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റൽ ചൂസ് ചെയ്യും. അവിടെ എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ട് എന്നൊന്നും നോക്കൂല. അപ്പോൾ എന്ത് പറ്റും, അങ്ങനെയുള്ള ഇപ്പോൾ ഒരു നല്ലൊരു NICU ഒക്കെ ഇല്ലാത്ത ഫെസിലിറ്റി ആകുമ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ, പ്രസവം കഴിഞ്ഞ് കുട്ടീനെ NICUലോട്ട് വേറെ വിട്ടോ ആംബുലൻസ് വിട്ടോ എന്ന് പറഞ്ഞ് വിടും. അപ്പോൾ അത് നമ്മൾ ശരിക്കും ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രൊമോഷന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് പല കാര്യവും ഓഫർ ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ പ്രസവത്തിന് വിളിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന് 24 hours അവിടെ ഡ്യൂട്ടി ഡോക്ടേഴ്സും അനസ്തെറ്റിസ്റ്റ് ഉണ്ടാവണം. NICU 24 hours ഫെസിലിറ്റി ഉണ്ടാവണം. ഇതെല്ലാം ഉള്ള, അതുപോലെ മറ്റിപ്പോൾ ബാക്കപ്പ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു എപ്പിലിപ്സി ഉള്ള പേഷ്യൻ്റ് അല്ലെങ്കിൽ കാർഡിയക് പ്രോബ്ലം ഉള്ള പേഷ്യൻ്റ്, അവർക്ക് വേണ്ട ബാക്കപ്പ്, ICU സെറ്റപ്പ്, ഇതെല്ലാം ഉണ്ടോ, അവർക്കൊരു ബ്ലഡ് വേണമെങ്കിൽ ബ്ലഡ് ബാങ്ക് ഉണ്ടോ, ഇതെല്ലാം ചൂസ് ചെയ്തിട്ട് വേണം നമ്മളൊരു ആശുപത്രി സെലക്ട് ചെയ്യാനായിട്ട്. അതായത് ഡെലിവറി സ്പെഷ്യൽ മാത്രമായിരിക്കരുത്, ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ. അതെ, ഇതൊരു ടീം വർക്കാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം ചെയ്യുന്ന ഒരു സംഗതിയല്ല. അപ്പോൾ ഇത് ഒരു ഫുൾ ടീം, ഇപ്പോൾ അനസ്തെറ്റിസ്റ്റ്, ഗൈനക്കോളജിസ്റ്റ്, നിയോണറ്റോളജിസ്റ്റ്, ബാക്കി ഫിസിഷ്യൻ വേണമെങ്കിൽ ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ടീം. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്ന ഒരു സൈക്കോളജി കൗൺസിലിംഗ് വേണമെങ്കിൽ അങ്ങനെ എല്ലാവരും കൂടെ കൂടിയുള്ളൊരു ടീം വർക്കാണിത്. അതെ. അപ്പോൾ ഒരാൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു, അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, തന്നെത്താനെ ടെസ്റ്റ് ചെയ്യുന്നു, അറിഞ്ഞു പോസിറ്റീവാണ്. എന്നിട്ട് നമ്മൾ അപ്പോൾ തന്നെ നമ്മളൊരു ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്യാണ്. അതിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി കൺസൾട്ട് ചെയ്യുന്നു. അവിടെ ഒരു 3-4 മാസം നമ്മൾ ചെക്കപ്പിനൊക്കെ ആയിട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റലിലേക്ക് മാറാലോ. അതെ, അതും പോസിബിൾ അല്ലേ? അതെ, 7-ാം മാസമൊക്കെ ഒത്തിരി പേര് അമ്മമാരുടെ വീട്ടിലോട്ട് അവരുടെ സൈഡിലോട്ടൊക്കെ മാറ്റിയൊക്കെ പോകാറുണ്ട്. നമ്മുടെ പ്രഗ്നൻസിയുടെ റിസ്ക് അനുസരിച്ച് ഇപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് വിസിറ്റിൽ വരുമ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഡയബറ്റിക് മദറാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രഗ്നൻസിയിൽ നേരത്തെ പ്രസവിച്ചു പോയി പ്രീ ടേം ആയിട്ട് പെയിൻ വരാൻ ചാൻസ് ഉള്ള ഒരാളാണെങ്കിൽ, ഹൈ BP കാരണം നേരത്തെ അപ്പോൾ അങ്ങനെ നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈ പേഷ്യൻ്റ് ഹൈ റിസ്കിലേക്ക് പോകാൻ ചാൻസ് ഉള്ള ആളാണോ, അല്ലെങ്കിൽ ലോ റിസ്ക് ആയിട്ട് വലിയ സപ്പോർട്ടൊന്നും വേണ്ടാതെ നോർമലായിട്ട് പിന്നെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ പോകുന്ന ആളാണോ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് നമുക്ക് അവരെ കൗൺസിൽ ചെയ്യാം. ഇപ്പോൾ അവരടുത്തുള്ള ഹോസ്പിറ്റലാണ് കാണണമെങ്കിൽ ആ ഡോക്ടർ കാണുമ്പോൾ പറയുകയാണ് ഇത് ചിലപ്പോൾ പ്രീ ടേം ആയിട്ട് പ്രസവിക്കാൻ ചാൻസ് ഉള്ള ഒരാളാണ്, ഇപ്പോൾ ട്വിൻസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് നമുക്കിവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ 4-5 മാസമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ എക്വിപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് ഡെലിവറി മാറുക എന്ന് പറയും. അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഹാർട്ട് പ്രോബ്ലം ഉള്ള ഒരാളായിരിക്കാം. ഹാർട്ട് പ്രോബ്ലം ഉള്ള ആളാകുമ്പം ഈ പറഞ്ഞ തുടക്കത്തിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല, പക്ഷെ ചിലപ്പോൾ 5-ാം മാസമൊക്കെ ആയിരിക്കുമ്പോഴായിരിക്കും ആ ഹാർട്ട് കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരിക. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്തിന് മുന്നേ തൊട്ട് തന്നെ കാർഡിയോളജിയും CCUവും ICUവും അനസ്തീഷ്യ ബാക്കപ്പും എല്ലാം ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഡെലിവറി മാറണം. അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് പോകുമ്പോൾ നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലമായിരിക്കാം, ഡോക്ടർക്ക് നിങ്ങളുടെ കേസ് റിപ്പോർട്ട് അറിയില്ല, ഇത്ര നാളെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ ഒരു എഫേർട്ട് ടോളറൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയായിരുന്നു സ്റ്റാറ്റസ് അറിയില്ല. പെട്ടെന്ന് ചെല്ലുമ്പോൾ നമുക്ക് തന്നെ ഒരു വെപ്രാളാണ്. ഇപ്പോൾ ഡോക്ടർക്കും എല്ലാം ആദ്യം തൊട്ടെല്ലാം വായിച്ചു നോക്കി മനസ്സിലാക്കണം, നിങ്ങൾക്കായാലും പുതിയ സ്ഥലമാണ്, പരിചയമില്ല. അപ്പോൾ അതെല്ലാം ഒരു കൺഫ്യൂഷനാണ്, അൺനെസസറി കൺഫ്യൂഷൻ. അപ്പം നമുക്ക് നേരത്തെ അറിയാവുന്ന കേസിൽ ഡെഫിനറ്റ്ലി നമ്മൾ നേരത്തെ പോയി പുതിയൊരു സ്ഥലത്ത്, അതായത് എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഒരു സ്ഥലത്ത് ചൂസ് ചെയ്യണം. എല്ലാവർക്കും ഇത് വേണ്ടി വരുന്നില്ല. നമുക്ക് തന്നെ അറിയാം ചില ഹോസ്പിറ്റലുകൾ അവിടെ ചെന്നാൽ സിസേറിയൻ മാത്രമേ ചെയ്യുള്ളൂ, നോർമൽ ഡെലിവറി അവർ സമ്മതിക്കില്ല എന്നൊരു അങ്ങനെ ഉണ്ട് ചിലർ. അപ്പോൾ അതായിരുന്നു പണ്ടൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നത്. നോർമൽ ഡെലിവറി ഏറ്റവും കൂടുതൽ നടക്കുന്ന ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലും. എന്നാൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത് എൻ്റെ ഭർത്താവിനെയും എൻ്റെ അമ്മയും അച്ഛനെയും എല്ലാവരും ലതിക കൃഷ്ണയുടെ നമ്മൾ കണ്ടതാണ്, അങ്ങനെ എല്ലാവരെയും കൂടി കയറ്റുന്ന ഒരു ലേബർ റൂമാണ് എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ. അപ്പോൾ അതല്ലേ ശരിക്കും വേണ്ടത്? അതാണ് വേണ്ടിയത്. എന്നു പറഞ്ഞാൽ ആ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും വേദന അനുഭവിക്കുന്ന ഒരു സമയമാണത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് വേണ്ടിയതും അവളുടെ ഫാമിലിയുടെ അടുത്തൊന്നും, പ്രത്യേകിച്ച് ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നുമാണ്. ഇപ്പോൾ ദിയാകൃഷ്ണയുടെ കണ്ടപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, സിസ്റ്റേഴ്സ്, അമ്മ, അതുപോലെ ഹസ്ബൻഡ് ഒന്ന് തലതലൂടി കൊടുക്കുമോ, അല്ലെങ്കിൽ എന്തൊക്കെയോ പയ്യൻ എന്തൊക്കെയോ പറഞ്ഞ് വേദന വരുന്ന സമയത്ത് പാട്ടുപാടി കൊടുക്കുമോ, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എന്തോ ഒരു ആശ്വാസം ആ ഒരു സമയത്തുള്ളത്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു റോൾ മോഡൽ പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ എന്നെ തന്നെ ഒത്തിരി പേര് വിളിച്ച് ഡോക്ടറെ ഞങ്ങളെയൊക്കെ കയറ്റുമോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് നമ്മളെ എൻകറേജ് ചെയ്യണം. ഓൾമോസ്റ്റ് നമ്മളെ എൻകറേജ് ചെയ്ത് ഇത് നല്ലൊരു ട്രെൻഡാണ്. ബിക്കോസ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് ചിലപ്പം പറയും എന്തെങ്കിലും ബ്ലഡ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ. അപ്പം ഞങ്ങളുടെ വർക്ക് സ്പേസിനെ അഫക്റ്റ് ചെയ്യാതെ ചുറ്റും അവർ നിൽക്കുന്നതിന് യാതൊരു പ്രോബ്ലം ഇല്ല. പാനിക് ചെയ്യാതെ നിൽക്കണം, അത് മാത്രമേ ഉള്ളൂ. അവർ പാനിക് ചെയ്യരുത്, ഞങ്ങളെ പാനിക് ആക്കുകയും ചെയ്യരുത്. പ്രീവിയസ് സിസേറിയനാണ്
വയറ് വേദനിച്ചപ്പോൾ ഞാൻ അവിടെ ഒന്ന് തൊട്ട് നോക്കി വേദന ഉണ്ടോ നമ്മളെ സ്കാർ ടെൻഡനസ് ആ പെയിൻ പിന്നെ ഓപ്പറേഷൻ ചെയ്ത സൈറ്റിലുണ്ടെങ്കിൽ നമ്മൾ വളരെ വിജിലൻ്റ് ആവും, അവർ അഡ്മിറ്റ് ചെയ്യാൻ നോക്കും, ചിലപ്പോൾ സ്കാർ വിട്ടുപോകുന്നതൊക്കെ ആകാം. ഞാൻ തൊട്ടതും വേദനയുണ്ടോ ആ എന്ന് പറഞ്ഞോണ്ട് ആ കർട്ടൻ മാറ്റി ഹസ്ബൻഡോട് ഡോക്ടർ എൻ്റെ കയ്യെ കയറി പിടിച്ചു, സത്യം എൻ്റെ കയ്യെ കയറി പിടിച്ചു. ഞാൻ എന്നിട്ട് പറയാം ഞാൻ പെയിൻ ഉണ്ടോ എന്ന് നോക്കുന്നതാണ്. അത്രയ്ക്കും അങ്ങനെ കൺസേൺഡ് ആയിട്ടുള്ള ഹസ്ബൻഡ്സും ഉണ്ട്. അത്ര ഇൻവോൾവ്മെന്റ് വേണ്ടാന്ന്. അത്രയ്ക്ക് വേണ്ട. ഇതിപ്പോ എല്ലാ ഹോസ്പിറ്റലിൽ ഫെസിലിറ്റി ഉണ്ടോ? മിക്കവാറും ഹോസ്പിറ്റൽസിലുണ്ട്, മിക്കവാറും എല്ലായിടത്തും ഇല്ല, മിക്കവാറും. അപ്പോൾ അതന്നെ അതിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ അറിയാമല്ലോ, ബിക്കോസ് ഇതൊരു 5 സ്റ്റാർ ഹോട്ടൽ ലെവൽ സ്റ്റൈലിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെതായ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും വേണമല്ലോ. പിന്നെ മറ്റ് പേഷ്യൻസിനെ ഉപദ്രവിക്കാതിരിക്കണമല്ലോ, ബിക്കോസ് വേറെ പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്കും ഒരു പ്രൈവസിയും കാര്യങ്ങളും കിട്ടി. ഇത് സ്യൂട്ട് പോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനും ഒക്കെ ഇത് വരും. അതായത് എല്ലാ ഹോസ്പിറ്റലും ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ മാറ്റണം. കാരണം ഈ ലേബർ റൂം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ കട്ടിൽ അടുക്കിയിട്ടിരിക്കുക, അതിൽ ഇപ്പുറത്തൊരു ഗർഭിണി എഴുന്നേറ്റ് നടക്കുന്നുണ്ടാവും, അങ്ങനെ വല്ലാത്തൊരു. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഫാമിലിക്കോ ഭർത്താവിനോ അത് പറ്റില്ല. അത് നാച്ചുറലി ഇപ്പൊ വേറൊരാള് നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് പോയി PV ചെയ്ത് നോക്കേണ്ടി വരും, തല താന്ന് വന്നോന്നൊക്കെ. അതിപ്പോ വേറൊരാളുടെ ഹസ്ബൻഡ് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇതിനുള്ള പറ്റില്ല. കർട്ടൻ കിട്ടും എന്ന് പറഞ്ഞാലും ഇന്നത്തെ കാലത്ത് നമുക്കത് പറ്റൂല. നമ്മൾ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ ഐഡന്റിഫൈ ചെയ്യണം, എവിടെയാണ് ഒരു റൂം സെറ്റ് ഉള്ളത്. ഇപ്പൊ ദിയാകൃഷ്ണയുടെ 12,000 എന്തോ ആണ് ആ റൂമിന്റെ പെർ ഡേ ആയിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഞങ്ങൾക്ക് ലേബർ റൂം ഉണ്ട്, വി അലൗ ദി ഹസ്ബൻഡ് ആൻഡ് ഈവൻ ദ മദർ ടു സിറ്റ് വിത്ത് ദം. എന്നിട്ട് നമ്മൾ കോഡ് കട്ട് ചെയ്യാനും ഒക്കെ അത് എടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അത്ര എക്സ്പെൻസീവ് ഒന്നും ആവുന്നില്ലെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം നമുക്ക് കൂടെ ആളെ കയറ്റി നിർത്തി പ്രസവ സമയത്ത് നമുക്കത് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ പോസ്റ്റ് ഡെലിവറി, അതായത് കുഞ്ഞ് ഉണ്ടായി കഴിഞ്ഞിട്ട് 2-3 ദിവസം കുഞ്ഞിനെ വേറെ ഒരു റൂമിലൊക്കെ കൊണ്ട് എന്താ മഞ്ഞ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ NICU അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അതും ഇപ്പൊ ഒരു ആൾക്കാർ പറയുന്നുണ്ട് വെറുതെ കാശ് മേടിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെയ്യുന്നതാണെന്നൊക്കെ. അതായത് ഈ മഞ്ഞ നിറം വരുന്നത് ബ്രെയിനിലെ കുഞ്ഞുങ്ങൾക്കില് ഒരു ബ്ലഡ് ബ്രെയിൻ ബാരിയറിൽ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇത് വെറുതെ കാശുണ്ടാക്കാൻ. അങ്ങനെയല്ല. ഈ മഞ്ഞ നിറം കൂടി വന്ന് കുട്ടികൾക്ക്, നമ്മുടെ അഡൽട്ടിന് അങ്ങനെ പോകില്ല, കുട്ടികൾക്ക് ആ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഇല്ലാതെ ഈ ബിൽറൂബിൻ ഈ മഞ്ഞ നിറം ഉണ്ടാക്കുന്നത് അത് മുകളിലോട്ട് പോകും. ബ്രെയിനിൽ പോയാൽ കുഞ്ഞിന് മന്ദബുദ്ധി, പിന്നെ കൺവൾഷൻസ് ഇതെല്ലാം വരും. എല്ലാം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. 20 ബ്ലഡ് ബിൽറൂബിൻ അബൌട്ട് 20 ആണെങ്കിൽ അത് മുകളിലോട്ട് കയറിയാൽ കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കുഞ്ഞിനെ രക്ഷിക്കണം. പണ്ട് കാലത്ത് നമ്മൾ വെയിൽ കാണിക്കും, പക്ഷേ ടു സം എക്സ്റ്റെൻറ്റ്. പക്ഷേ ഇത് കൂടി വന്നാൽ കുഞ്ഞിൻ്റെ ബുദ്ധിയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ പിന്നെ പേഷ്യൻസിന് അതൊരു കംപ്ലൈൻറ്റ്. അതുപോലെ തന്നെ എന്തോ പിന്നെ നമ്മുടെ ഒക്കെ അവിടെ 600 ഗ്രാമുള്ള കുഞ്ഞുങ്ങൾ നന്നായിട്ട് നിന്ന് പാട്ട് പാടുന്ന കുട്ടികളെ സംരക്ഷിച്ചിട്ടുണ്ട്. ഒരു 24 വീക്സ് 26 വീക്സ് ഉള്ള കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ ഹോസ്പിറ്റലിൽ. എനിക്ക് തന്നെ 2 കുഞ്ഞുങ്ങളുണ്ട്, 3 കുഞ്ഞുങ്ങളുണ്ട്. 26 ആഴ്ച, 28 ആഴ്ച, 27 ആഴ്ച അവർ വന്ന് പാട്ടും പാടി നഴ്സറി റൈംസും ഒക്കെ പാടി ഡാൻസും ചെയ്യുന്ന കുട്ടികൾ. പ്രത്യേകിച്ച് ഇപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ അമ്മയുടെ കൂടെ തന്നെ കിടത്താനാണ് പറയണേ. ഇപ്പം ചില ആൾക്കാർ വന്നിട്ട് പറയും സെപ്പറേറ്റ് ക്രേഡിൽ എന്താ കൊടുക്കാത്ത, ബേബി ക്രേഡിൽ ഇല്ലല്ലോ, എന്താ ഈ ഹോസ്പിറ്റൽ സൗകര്യമില്ലാത്ത. അത് മനഃപൂർവ്വം ഒഴിവാക്കിയേക്കുന്നതാണെന്നുള്ളത്. അതായത് അമ്മയുടെ കൂടെ കുഞ്ഞ് കിടക്കുമ്പോഴാണ് ഫീഡ് ചെയ്യാനുള്ള ആ ഒരു മെൻറ്റാലിറ്റിയും അവരുടെ ബോഡി ടച്ച് ചെയ്യുമ്പോൾ അവർ നമ്മളൊരു അറ്റാച്ച്മെൻറ്റ് വരികയും അങ്ങനെയുള്ള ആ ഒരു ഇത് വരാൻ വേണ്ടിയിട്ട് കൂടെ കിടത്താനാണ് കൊടുക്കുക. പക്ഷേ ഡെലിവറി ഇപ്പോൾ കഴിഞ്ഞ് ഡെലിവറി അല്ല സിസേറിയൻ ആണെങ്കിൽ ചിലപ്പോൾ ഉടനെ അമ്മയുടെ കൂടെ കൊണ്ട് കിടത്താൻ പറ്റത്തില്ല. അപ്പം അമ്മയ്ക്ക് ഒരുപാട് മെഡിസിൻസ് പോകുന്നുണ്ടാവും, അമ്മ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ബേബി ചൂടിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വോമറിൽ NICUവിൽ കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ എന്താ കുഞ്ഞിനെ കൈ തരാത്തതെന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കും, എന്തിനാ ഫാമിലി ഡേയിൽ കൊടുക്കാതെ? പണ്ടൊക്കെ ഫാമിലി ഡേ കൊടുക്കുമായിരുന്നല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ NICUവിൽ വെച്ചിട്ട് അവിടെ നിന്ന് അമ്മ വരുമ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഫീഡ് ചെയ്യും, അമ്മ വരുമ്പോൾ അമ്മയുടെ കൂട്ടത്തിൽ കുഞ്ഞിനെ കൂടെ ഷിഫ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ എപ്പോഴും ഒരുമിച്ചിരിക്കാനാണ് നോക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഈ ഫോട്ടോതെറാപ്പി, അതായത് ഇപ്പോൾ ഈ ലൈറ്റിൽ വയ്ക്കുന്നത് അമ്മയുടെ കൂടെ തന്നെ കിടത്തിയിട്ട് ലൈറ്റിൽ വെക്കുന്നതൊക്കെ ചെയ്യാറുണ്ട്, ആ ഒരു സെപ്പറേഷൻ ഒഴിവാക്കാനായിട്ട്. പിന്നെ ഈ ഡോക്ടേഴ്സിൻ്റെയും നഴ്സുമാരുടെയും ആറ്റിറ്റ്യൂഡ് കാരണം ഹോസ്പിറ്റലിൽ മാറുന്ന ആളുകളുണ്ട്. ഇപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ നഴ്സുമാരും ഡോക്ടർമാരൊക്കെ ഭയങ്കര എംപത്തറ്റിക് ആണ്, അവർ നല്ല രീതിയിൽ തന്നെയാണ് നോക്കുന്നത്. സർക്കാർ ആശുപത്രികളിലെ നമ്മൾ കേട്ടിട്ടില്ലേ ഡോക്ടർമാർ ആ സമയത്ത് വേറെ വർത്താനം പറഞ്ഞു എന്നുള്ളതൊക്കെ. അതൊക്കെ പണ്ടത്തെ കാലമൊക്കെ മാറി വരിക. നമ്മൾ ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ പേരൻസ് ഡോക്ടേഴ്സാണ്, എൻ്റെ ഫാമിലി ഫുള്ളും. അപ്പം പിന്നെ എന്നെയൊക്കെ കൊച്ചിലെ മുതൽ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ഒരാൾക്ക് വേദന ഉണ്ടാക്കാൻ നിൽക്കുന്നവരല്ല. വി ആർ ട്രൈങ് ടു
റിലീവ് ദ പെയിൻ. അത് മനസ്സിലാക്കുമ്പോൾ തന്നെ ഐ തിങ്ക് നമ്മൾ എന്തിനാണ് ഡോക്ടർ ആയത്, നമ്മൾ വേറെ നമ്മുടെ മെയിൻ എയിം എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എംപത്തി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഒരാൾ വേദന എടുത്ത് കരയുമ്പോൾ അവർക്ക് കൂടുതൽ വേദന എടുപ്പിച്ച് ഉണ്ടാക്കുക അങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മളിപ്പോൾ ഒരു പേഷ്യൻ്റ്, ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും റിവ്യൂസും പേടിയാണ് അല്ലേ, അതുകൊണ്ട് മാത്രമല്ല നമുക്കൊരു ജെന്യുവൻ കൺസേൺ ഫോർ എ പേഷ്യൻ്റ് വേണം. നമ്മൾക്ക് ഒരു പേഷ്യൻ്റ് ഡോക്ടർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് ആ ഒരു സമയത്തേക്ക് മാത്രമല്ല, ഇറ്റ് ഷുഡ് ബി ലൈഫ് ലോങ്. ആ ഒരു റാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം തന്നെ പകുതി പ്രശ്നം പോവും. നമ്മൾ അവർക്ക് നല്ല രീതിയിൽ അവരുടെ ഒരു ഡിഫിക്കൽട്ട് ടൈമിൽ നമ്മൾ അവരുടെ കൂടെ നല്ല രീതിയിൽ പോയാൽ അവർ ലൈഫ് ലോങ് നിങ്ങൾ റിമെമ്പർ ചെയ്യും. മൈ ഡാഡ് ഓൾവേസ് ടെൽസ് മീ, പേഷ്യൻ്റ് അകത്ത് ചെയ്യുന്നത് എന്താണെന്നുള്ളതിൽ അവർ അപ്പം സ്കാറ് കാണുമ്പോഴായിരിക്കും ഇതിനെ ഓർക്കുന്നത്. ലൈക്ക് ദേ ഷുഡ് ഹാവ് എ ഗുഡ് മെമ്മറി അബൌട്ട് യു. ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ നല്ലൊരു മെമ്മറി ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പിന്നെ പല ഹോസ്പിറ്റലുകളും ഇപ്പോൾ പാക്കേജസ് ആയിട്ടാണല്ലോ, ഇപ്പോൾ ഡെലിവറി പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ഫ്രം ദ മോമെന്റ് യു ആർ പ്രഗ്നന്റ് ആ ഒരു മോമെന്റ് മുതൽ കുട്ടിക്കൊരു എല്ലാ ഇഞ്ചക്ഷനും കഴിയുന്നത് വരെയുള്ള ഒരു പാക്കേജ്. അതൊരു നല്ലൊരു സ്കീമല്ലേ? നല്ല സ്കീമാണ് അത്. എന്ത് രീതിയിലും ഒരു അഫോർഡബിൾ, ബിക്കോസ് ഒരു ഡെലിവറി എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ ഈ 9 മാസത്തെ അയൺ കാൽസ്യം സത്യം പറഞ്ഞാൽ ഹെൽത്ത് സെൻ്ററിൽ നിന്ന് തന്നെ ഒത്തിരി കിട്ടുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോളിക് ആസിഡ് 3 മാസം കിട്ടുന്നുണ്ട്, TT ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്, ആശാ വർക്കേഴ്സ് എന്ന് കൊടുക്കുന്നുണ്ട്, അയൺ കാൽസ്യം എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവർ ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ട എന്ന് പറഞ്ഞ് വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് ഒരുമാതിരി ചിലവുകളെല്ലാം അങ്ങനെ തീരും, പിന്നെ ആകെ ഡെലിവറിയുടെ ഇതല്ലേ ഉള്ളൂ, അത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ കൊച്ചു 2 വർഷം പാല് മാത്രമല്ലേ കുടിക്കണുള്ളൂ. അങ്ങനെ വരുന്നവരെ നമ്മൾ അങ്ങനെ കൗൺസിൽ ചെയ്ത് MTP ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും കൗൺസിൽ ചെയ്ത് വിടാറുണ്ട്. പിന്നെ മറ്റൊരു വിവാദമായ കുറച്ച് ട്രെൻഡിങ്ങും ഉണ്ട്. അതായത് വീട്ടിലേക്ക് തിരിച്ച് പ്രസവം കൊണ്ടുവരാമെന്നുള്ളൊരു സംഭവം ഇപ്പോൾ ഭയങ്കരമായിട്ട് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് എന്താ പറയാറുള്ളത്? വീട്ടിൽ പ്രസവം നമ്മൾ ഒരിക്കലും അനുവദിക്കുന്നില്ല. കാരണം നമ്മൾ കേരളം തന്നെ ഇത്രയും നാളും നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സ് എല്ലാം സംരക്ഷിച്ച് ഹോസ്പിറ്റൽ ഡെലിവറിയാണ് ഏറ്റവും ഉത്തമം. കാരണം പെട്ടെന്നൊരു നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഡോക്ടേഴ്സ് ആയാലും ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ ഈ പേഷ്യൻസിന് എപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് എക്സ്പീരിയൻസ് ഡോക്ടേഴ്സിന് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്നൊരു രക്തസ്രാവം പിടിച്ചാൽ നിൽക്കാത്ത രക്തസ്രാവമാണ്. അതിന് ബ്ലഡ് വേണം, അതിന് വേണ്ട സാമഗ്രികളും ഫെസിലിറ്റീസും എല്ലാം വേണം ആ ബ്ലീഡിങ് നിർത്താനും. ചിലപ്പോൾ തിയേറ്ററിൽ ചെന്ന് ഹിസ്റ്റക്ടമി ചെയ്താലേ ആ പേഷ്യൻറ്റിനെ രക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് ഇന്നും നമുക്ക് അവരെ രക്ഷിക്കാൻ പറ്റാത്ത ചില ഘടകങ്ങൾ ഒരു ചെറിയ ശതമാനമുണ്ട്. പ്രിവെൻറ്റബിൾ ഡെത്ത്സ് ഒരു നല്ല ശതമാനമുണ്ട്, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ചെറിയ ശതമാനമുണ്ട്. അതായത് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം എന്ന് പറയുന്ന ഈ കുഞ്ഞ് കിടക്കുന്ന വെള്ളം നമ്മുടെ ബ്ലഡ് കുഴലിൽ കയറിയാൽ ഇറ്റ് ഡസ് വെരി ഡാമേജ്. ഭയങ്കര ഇൻട്രാവാസ്കുലർ കോയാഗുലേഷൻ അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ സംഭവിച്ച് അമ്മ മരിച്ചു തന്നെ പോകും. നമുക്ക് രക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ അപൂർവം ഒരു 0.1% മറ്റോ രക്ഷപ്പെട്ടെങ്കിലേ ആകത്തുള്ളൂ. 100% മരിച്ചു. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴാണ് ഈ വെള്ളം ആകുക. ഞങ്ങൾക്ക് ഓരോ പ്രസവവും എല്ലാം നമ്മുടെ ചിന്തയിലുണ്ട്. ഇത് എവിടെ ചെന്ന് നമ്മൾ കുഴപ്പമില്ല എന്ന് ഒരിക്കലും പറയാൻ നമുക്ക് പറ്റത്തില്ല. നോർമൽ സ്ത്രീകൾ വന്നിട്ട് കോംപ്ലിക്കേഷനായിട്ട് ഡെത്തായി പോകുന്നുണ്ട്. കോംപ്ലിക്കേഷൻ ഉള്ള സ്ത്രീകൾ നമ്മൾ എല്ലാ ഫെസിലിറ്റിയോടുകൂടി രക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പ്രസവത്തിന് എത്ര എക്സ്പീരിയൻസ്ഡ് ആണെങ്കിലും യു കനോട്ട് പ്രൊഡിക്റ്റ് അതൊരു സേഫ് ഡെലിവറിയിൽ അമ്മയും കുഞ്ഞും സുഖമായിട്ട് വരുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ഈ പ്രഗ്നൻസി എന്നുള്ള അവസ്ഥ. ആ അവസ്ഥ വീട്ടിൽ ഡെലിവറി ചെയ്യാൻ നമ്മൾ അനുവദിച്ചാൽ ഒരു ഫെസിലിറ്റി ഇല്ലാതെ ഭയാനകമാണ്. ഇത്രയും നാളും നമ്മൾ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മരണനിരക്ക് വളരെ കൂടുതലായിരുന്നു. ഇന്ന് അതെല്ലാം കൊണ്ടുവന്ന് നമ്മുടെ കേരളത്തിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി നമ്മൾ പ്രിവെൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി അത് തിരിച്ച് അങ്ങോട്ട് പോകരുത്, അത് ശരിയാവുന്നില്ല. അത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് അല്ലേ എത്ര മാറി ഇപ്പോൾ. അതെ മറ്റേണൽ മോർട്ടാലിറ്റി കേരളത്തിൽ ഭയങ്കര 2 പോയിന്റ്സാണ് ഇവർ എന്തുകൊണ്ട് നമ്മൾ വീട്ടിൽ പ്രസവിച്ചു കൂടാ എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ് അവർ പറയുക. ഒന്ന്, പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ വീട്ടിലായിരുന്നില്ലേ പ്രസവിച്ചിരുന്നത്, അവർ 9, 10 ഒക്കെ വീട്ടിൽ പ്രസവിച്ചിരുന്നില്ലേ, അതൊരു പോയിന്റാണ് ചോദിക്കുക. പക്ഷെ അതിൽ ഒത്തിരി പേര് മരിച്ചു പോകുന്നുണ്ടായിരുന്നു കോംപ്ലിക്കേഷൻസ് ആയിട്ട്. അതെ, എത്ര കുഞ്ഞുങ്ങളില്ല, അമ്മമാരില്ല, അങ്ങനെ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം പറയുന്നത് വെസ്റ്റേൺ കൺട്രീസിലെ മിഡ് വൈഫറി, അവിടെയുള്ള മിഡ് വൈഫ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ ഡെലിവറി അല്ലെങ്കിൽ ഹോം ഡെലിവറി സംഭവിക്കും.
സംഭവിക്കുന്നുണ്ടല്ലോ എന്ന്. അവിടെയെല്ലാം ഒരു പ്രോട്ടോകോൾ വൈസ് മോണിറ്റേർഡ് ആണ്. അതായത് മിഡ് വൈഫ് ഇങ്ങനെ കണ്ടക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മിഡ് വൈഫിന് തോന്നുകയാണ് ഇത് ശരിയാവുന്നില്ല, അല്ലെങ്കിൽ ഈ പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നു, നോർമൽ പ്രോഗ്രസ് ഇല്ലെങ്കിൽ അവരപ്പം തന്നെ എവറിത്തിങ് ഈസ് റെഡി ടു റെഫർ ടു ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ. ആ ഒരു സെറ്റപ്പ് അവർക്ക് കറക്റ്റ് ആണ്. വാഹനം തൊട്ട് പിന്നീട് ആലോചിക്കേണ്ട അയ്യോ വണ്ടി വിളിക്കണം, അല്ലെങ്കിൽ റെഫറൽ ലെറ്റർ വേണം, ആ ഡോക്ടറെ വിളിക്കണം, അങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റ് പ്രോബ്ലംസും ഇല്ല. എവറിത്തിങ് ഈസ് റെഡി, ഗോ പേഷ്യൻറ്റ് ഗോസ് ടു ദ നെക്സ്റ്റ് ഹോസ്പിറ്റൽ, ഇറ്റ് ഈസ് ഡെൽറ്റ്. അപ്പോൾ ആ ഒരു റെഫറൽ സിസ്റ്റം ഉണ്ട് അവിടെ. അപ്പോൾ അത് ഒരു പെർട്ടിക്കുലർ സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ നമുക്ക് ഹോം ഡെലിവറി ഒന്നും പോസിബിൾ അല്ല. ആസ് ഓഫ് നൗ ഈ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കത് കോപ്പി ചെയ്യാൻ പറ്റാവുന്ന ഒരു സാഹചര്യത്തിലല്ല. പിന്നെ അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ അവർ അണ്ടർ വാട്ടർ ഡെലിവറി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയുള്ളിടത്തു നിന്ന് ഞങ്ങൾക്ക് റെഫറൽ വന്നിട്ടുണ്ട്. റെഫറൽ വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കൊച്ചിൻ്റെ തല കംപ്ലീറ്റ്ലി ജാമായിട്ട് ഫുൾ മെക്കോണിയം പാസ് ചെയ്ത് ആകെ ഒന്ന് അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ റിസ്ക് ആവുന്ന സിറ്റുവേഷൻ ആകുമ്പോൾ അവർ പറയും കൊണ്ടുപോക്കളാൻ. അതുവരെ വെച്ച് എന്നിട്ട് ഞങ്ങൾക്ക് തന്നെ പേടിയാവും വരുന്ന സിറ്റുവേഷനിൽ. കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കുറഞ്ഞ് ഇപ്പോൾ പോകുന്നുള്ള മട്ടിലാണ്. പിന്നെ ഞങ്ങൾ ദൈവത്തെ വിളിച്ച് സിസേറിയൻ സിസേറിയൻ ചെയ്തിട്ട് പോലും കൊച്ചിൻ്റെ തല സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, എടുക്കാൻ പാടായിട്ട്. അപ്പോൾ ഈ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ചൂസ് ചെയ്യുന്നവർ ഐ ഡോണ്ട് നോ വൈ ദേ പുട്ട് ദ ലൈഫ് അറ്റ് റിസ്ക്. എനിക്ക് മനസ്സിലാവുന്നില്ല അത് എന്തിനാണ് അങ്ങനെ. ദേ ഫീൽ ദാറ്റ് ഓക്കെ മേ ബി പരസ്യം കണ്ടിട്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അങ്ങനെയുള്ളൊരു റിസ്ക് ഒന്നും നമ്മൾ ലൈഫിൽ എടുക്കരുത്. നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ ഭർത്താവ് വേറെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കും. നമുക്ക് പോയാൽ നമ്മൾ പോയി, അത്രേ ഉള്ളൂ. അത് മനസ്സിലാക്കിയാൽ നല്ലത്.